ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഗോഡ് സിമുലേറ്ററാണ് കളിക്കാൻ പോകട്ടോ. അത് ഈ ഗെയിമിന് 2 വെർഷനുണ്ട്. ഒന്ന് PC വെർഷനുണ്ട്, ഒന്ന് മൊബൈൽ വെർഷനുണ്ട്. PC വെർഷനിലെ ഗോഡ് സിമുലേറ്ററും മൊബൈൽ വെർഷനിലെ ഗോഡ് സിമുലേറ്ററും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതിലും ഗ്രാഫിക്സ് ഒന്നാണ്, പക്ഷേ പ്ലേസിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഗെയിമിൽ കുറേ മാപ്പുകളുണ്ട് കേട്ടോ. ഗോഡ് വില്ല്, ബക്ക് ഓഫ് സ്കൂൾ, അതേപോലെ മെയിൻ ആയിട്ടുള്ള കുറേ ആപ്പുകളുണ്ട്. ഇനി ഇതിൻ്റെ ഷൂട്ട് രണ്ടാമതാണ് ഷൂട്ട് കേട്ടോ. ഈ ഗെയിംസിലൊക്കെ മ്യൂസിക് ഉള്ളതുകൊണ്ട് എൻ്റെ സൗണ്ട് അത്ര വിസിബിളായിട്ട് കേൾക്കാൻ പറ്റില്ല. മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് ഒരു കുറവാണ്. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാത്തത് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതാണ് നമ്മൾ ചെയ്യാത്തത്. ഓക്കെ, ഇനി മുതൽ ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ജസ്റ്റ് ലൈക്ക് ഇടവിട്ട് ഓരോ ദിവസം വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ജസ്റ്റ് നമുക്ക് പഠിക്കാൻ കുറേ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഈ സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് കുറേ ക്വസ്റ്റുകളൊക്കെ ചെയ്യാം കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ അൺലോക്ക് ചെയ്തതാണ്. ഇതെല്ലാം ഈ ക്ലാസിക് ഗോട്ട്, അതായത് ഈ പെൻഗ്വിൻ, പിന്നെ ഈ എഗ് ഗോട്ട്, ഈവിൾ ഗോട്ട്, ഈ സംഭവം ഇവിടെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഹില്ലി ഏരിയ ഉണ്ട്. അവിടെ പോയാൽ ഒരു സംഭവം റിച്വൽ ചെയ്യാനുണ്ട്. അതായത് ഒരു 5-6 ആൾക്കാരെ ഒരു സാത്താനിക് സിമ്പിളുണ്ട് അവിടെ കൊണ്ടിടണം. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഈ ചുള്ളിക്കാറ്റ് കറങ്ങണ പോലെ സംഭവം എന്തോ ഒരു സംഭവം അവിടെ സംഭവിക്കും. അങ്ങനെയാണ് ഈ സംഭവം കിട്ടണത്. പിന്നെ ഈ ഫെദർ ഗോഡ്, ഇത് ഓസ്ട്രിച്ച്. ഓക്കെ, പിന്നെ ഗോഡ് കിൻ നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ സ്പോണാവുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു ടവർ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഈ കാസ്റ്റൊക്കെ ഉണ്ടാവില്ല, അതേപോലത്തെ ഒരു ടവർ ഉണ്ട്. ടവറിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറുമ്പോൾ ഒരു ബ്ലാക്ക് കളർ ഡോറ് കാണാൻ പറ്റും. അതിനുള്ളിൽ കയറുക. അപ്പോൾ നമ്മൾ ഏതൊരു കൊട്ടാരത്തിലെത്തും. അവിടെ ഒരു സിംഹാസനം പോലത്തെ ഒരു സംഭവം ഉണ്ട്. ജസ്റ്റ് ഈ രാജാക്കന്മാർക്ക് ഇരിക്കുന്ന സംഭവമില്ലേ, അതേപോലത്തെ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ മേളിൽ കയറിയിരിക്കുമ്പോൾ ജസ്റ്റ് തീ കത്തും. അപ്പോഴാണ് നമുക്ക് ഈ ഗോട്ട് എന്ന സംഭവം കിട്ടുക. പിന്നെ ജെറ്റ് ബാക്ക് ഗോട്ടുണ്ട്, പിച്ചിങ് മെഷീൻ ഗോട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യില്ല, ക്രിക്കറ്റ്, ടെന്നീസൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണ സമയത്ത് ഈ സംഭവം വെച്ചാണ് അവർ ആ ബോള് വിടുക. ഓക്കെ, റിപ്ഡ് ഗോട്ട്, അതായത് ഈ ഗുസ്തി മത്സരമൊക്കെ പോലെ ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒരു സംഭവം ഗെയിമിലുണ്ട് കേട്ടോ. അത് ഞാൻ വിശദമായിട്ട് കളിയുമ്പോൾ കാണിച്ചു തരാം. അവിടെ നിന്നാണ് നമുക്ക് റിപ്ഡ് ഗോട്ടിനെ കിട്ടുക. ഇത് പിന്നെ ഓൾറെഡിയിലുള്ളതാണ്, പ്രത്യേകിച്ച് അൺലോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നോർമൽ ഗോട്ടുണ്ട് കേട്ടോ. പിന്നെ ജിറാഫ് ഉണ്ട്, കുറേ സംഭവമുണ്ട്. ഈ സ്പൈഡർ ഗോട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ വല വിട്ട് നമ്മൾ സ്പൈഡർ അങ്ങനെ തൂങ്ങി പോണ പോലെ പോകാൻ പറ്റൂല. ജസ്റ്റ് ലൈക്ക് നമുക്കൊരാളെ വലിച്ചുകൊണ്ട് പോകാനൊക്കെ പറ്റും. ഞാൻ വേണം ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഉണ്ടോ? ഈ സംഭവം നമ്മൾ എവിടെയെങ്കിലും എയിം ചെയ്യണം. നമ്മുടെ റോപ്പ് ഹീറോ എന്നൊരു ഗെയിം ഉണ്ട് കേട്ടോ പ്ലേ സ്റ്റോറിൽ. നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യാം. ആ സംഭവം ഇങ്ങനെ റോപ്പ് പോലത്തെ സംഭവം വിടും. അതേപോലെയാണ് ഗോട്ട് ചെയ്യണത്. ജസ്റ്റ് ലൈക്ക് നമ്മൾ എവിടെയെങ്കിലും ബിൽഡിങ്ങിൻ്റെ അവിടെ പോയി നിൽക്കാം. എന്നിട്ട് ഈ സംഭവം ഞെക്കുമ്പോൾ നമ്മുടെ സ്പൈഡർമാൻ ഇപ്പോൾ പോണ പോലെയല്ല. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഈ റോബറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരു എൻ്റെ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ഗണ്ണ് പോലത്തെ സംഭവമൊക്കെ യൂസ് ചെയ്യും. ജസ്റ്റ് നമ്മുടെ ഷാറുഖ് ഖാൻ്റെയോ സൽമാൻ ഖാൻ്റെ മൂവീസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അൺചാർട്ടഡ് എന്നൊരു ഗെയിം ഉണ്ട് കേട്ടോ, അൺചാർട്ടഡ് 4.
അതൊരു അഡ്വഞ്ചർ ഗെയിമാണ്. അതിൽ ആ സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെക്കൗട്ട് ചെയ്താൽ. ഈ ഫോണിടയ്ക്ക് ഓഫായി പോകണോണ്ടാണ് കേട്ടോ. ഈ ഗെയിമിൽ പ്രത്യേകിച്ച് അത്രയ്ക്കും ഇതൊന്നുമില്ല. ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ സെക്കൻഡ് ഷൂട്ടാണ് ഞാൻ ചെയ്യണത്. എൻ്റെ സൗണ്ട് അത്രയ്ക്ക് വിസിബിൾ ആവാത്തതുകൊണ്ടാണ് സെക്കൻഡ് ടൈം ഷൂട്ട് ചെയ്യണത്. ഇവിടെ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. റോക്കറ്റ് നമ്മൾ മോളിക്കുള്ള മലവാണാണ് ഗൈസ്. നിങ്ങൾക്ക് ഞാൻ റിച്വൽ ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കിവിടെ ഒരു പോസ്റ്റ് കാണാൻ പറ്റും. ഇനി ഫസ്റ്റ് ഇവിടെ പാർട്ടി നടക്കുന്ന സ്ഥലം ഉണ്ടാവും കേട്ടോ ഗൈസ്. ഞാൻ ആദ്യം സംഭവം ഒന്ന് മാറ്റട്ടെ. ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് കോട്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സമരം നടക്കണ കാണാൻ പറ്റും നിങ്ങൾക്ക്. നമ്മൾ അവിടെയാണ് നമ്മൾ ശരിക്കും വരേണ്ടത്. റിച്വൽ നടക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ലോറ് മേത്ത് കൂടെ കയറ്റിക്കൊണ്ട് പോയി ഗൈസ്. നമ്മൾ സംഭവം ആദ്യം ഇവിടെ വരണം. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു പാർട്ടിയൊക്കെ നടത്താൻ കാണാൻ പറ്റി. കാറ് മാറിക്കും മുമ്പിൽ നിന്ന് കാർ മിടിച്ചത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി കയറി പോകണം. ഈ വഴി അങ്ങോട്ട് കയറി പോകണം കേട്ടോ. ഇവിടെ റോക്ക് ഉണ്ട്. റോക്ക് ഇടിച്ച് നമുക്ക് താഴോട്ടിടാം. നമുക്ക് ഒരേ പാർട്ടി അങ്ങോട്ട് കുളവാക്കാം. ജസ്റ്റ് ഇത് ലൈറ്റ് ഇവിടെ തെർമക്കോൾ ബോൾ പോലത്തെ സംഭവമാണ് കേട്ടോ ഗൈസ്. ഇത് ശരിക്കുള്ള റോക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതൊരു ട്രൈ ചെയ്ത് നോക്കിയതാണ്. ജസ്റ്റ് അടിയിൽ പോകണം, അവിടെ തട്ടിങ്ങനെ നിൽക്കുന്നു. അവർക്ക് ആർക്കൊന്നും പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചത് മൊത്തം നശിപ്പിച്ച് പപ്പടമാക്കി പോകുന്നു. ഇത് വെറും ഒരു ഷോക്ക് വെച്ചേക്കണം കേട്ടോ. തെർമക്കോൾ ബോൾ പോലെ സംഭവമാണ് ഗൈസ് ഇത്. കണ്ടോ, ഒന്നും സംഭവിക്കില്ല. കണ്ടോ, ജസ്റ്റ് പോയിട്ട് ആ വൈനിൻ്റെ ഡ്രമ്മ് പോലത്തെ സാധനം തട്ടി നശിപ്പിച്ച്. ഉണ്ട്, വേറെ ഒന്നും സംഭവിച്ചില്ല. ഓ, കഴുത്ത് കൂടിയിട്ട് ഉണ്ട്. അത് വെറുതെ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കണം ഗൈസ്. ഇനി ഇവിടെ നമുക്ക് നശിപ്പിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇത് ഇടിച്ച് നശിപ്പിക്കണം. നമ്മൾ തന്നെ ഇവിടെ ഇടിച്ച് നശിപ്പിക്കണം. വെതറിച്ച് നടക്കുന്ന സ്ഥലം ഈ കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. നമ്മൾ ഈ വഴി പോകണം. ഈ വഴി നമ്മൾ മുകളിലേക്ക് പോകണം. സംഭവം ഇവിടെയാണ് റിച്വൽ നടക്കുന്നത്. ഇവിടെയാണ് എനിക്ക് ആ ഈവിൾ ഗോട്ട് എന്ന സംഭവത്തിന് കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം. ഈ ഗോട്ടിന് എനിക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ് കേട്ടോ. ഈ എക്സൈറ്റി സെയിം സ്ഥലത്തു നിന്നാണ്. എനിക്കിപ്പോൾ ഈ ഗോട്ടായിട്ട് കളിക്കാനാണ് ഇഷ്ടം. ഇവിടെ നമ്മൾ 5 ആൾക്കാരെ കൊണ്ടുവന്നിടുക, അല്ലെങ്കിൽ 5 or 4 ആൾക്കാരെ കൊണ്ടിടുക. 5 ആൾക്കാരെ കൊണ്ടിടുക. അല്ലെങ്കിൽ ജസ്റ്റ് ഗോട്ട് ക്വീൻ ആയിട്ട് ഗോട്ട് ക്വീനെ സ്കിൻ എടുക്കുക. സൈഡിൽ POW എന്നൊരു സംഭവം ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഗോട്ട്സ് മുകളിൽ നിന്ന് താഴെ വന്ന് വീണ കാണാൻ പറ്റും. കണ്ടോ, ജസ്റ്റ് ചുള്ളിക്കാറ്റ് വന്നതൊക്കെ കാണിക്കണ പോലെ ഇല്ലേ. കണ്ടോ, ഞാൻ ഈവൾ ഗോട്ടായിട്ട് മാറി. ഈവിൾ ഗോട്ടിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ. ആ സെയിം ബട്ടൺ ഞെക്കുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്തിട്ട് വരാൻ കണ്ടോ. റെഡ് കളർ പുക പോലെ സംഭവം പോകണം കണ്ടോ. അതായത് എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ പറന്ന് പോകണ്ട. നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം.
ഇതത്ര നല്ല പവറായിട്ട് എനിക്ക് തോന്നില്ല. തിരിച്ച് നമുക്ക് നമ്മുടെ ജിമ്മൻ കോട്ടയായിട്ട് മാറാം. അതിനോടെ കൺസ്ട്രക്ഷൻ സൈറ്റ് അങ്ങനത്തെ കുറേ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊന്നും ഈ വേൾഡിൽ നമുക്ക് 12 ഗോഡ്സാണുള്ളത്. അതെല്ലാം നമ്മൾ അൺലോക്ക് ചെയ്യണം. ഈ ലാസ്റ്റായിട്ട് എനിക്കൊരു ഗോട്ടിനെ കൂടെ അൺലോക്ക് ചെയ്യാനുള്ളൂ. അതുകൂടെ അൺലോക്ക് ചെയ്ത് നമുക്ക് ഗോഡ് സിമുലേറ്റർ ഗോഡ് സിറ്റി ബേ എന്ന് പറഞ്ഞ വേൾഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് ഫ്രീ ട്രയൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കണ്ട. ഞാനിത് നമ്മൾ ചെയ്ത് നോക്കിയതാണ്. അടിപൊളി സിറ്റിയാണ്. നമ്മുടെ വൈസ് സിറ്റി പോലത്തെ ഒരു സ്ഥലമാണ് ഗോഡ് സിറ്റി ബേ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ക്രെയിന് എന്തോ ഉണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രെയിനില്ല സംഭവം എന്തോ ഉണ്ട് ഇവിടെ ഒരു പണി നടക്കുന്ന ബിൽഡിങ് എന്തോ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവിടെ ആയിട്ടൊരു മഞ്ഞ കളർ ബസ് കാണാൻ പറ്റും. ആ ബസ്സിൽ കയറിയാൽ നമുക്ക് എവിടെ വേണമെങ്കിൽ പോവാം. ഞാൻ അറിയാതെ താഴെ വീണു ഗൈസ്. ഒരു ടാങ്കർ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇടിച്ചാൽ മതി, പൊട്ടിത്തെറിക്കും. ഇവിടെ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ വണ്ടിക്ക് ഇട്ടിടിച്ചോളാം. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാത്തത് തിരക്കുള്ളതുകൊണ്ടാണ്. ക്ലാസ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:45 ആയി കാണും. നമ്മളിപ്പോഴാണ് ഈ വീഡിയോ ചെയ്യണത്. ഞാൻ പറഞ്ഞു നമുക്ക് തിരക്കൊക്കെ ഉണ്ട്. ഇത് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറേ സമയമായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യണത്. ഈ സ്ക്രീൻ ഇടയ്ക്ക് ഓഫായിപ്പോയി ഞാൻ സംസാരിക്കുമ്പോൾ. ഇതിൽ പ്രത്യേകിച്ച് സംഭവം വേറെ ഒന്നുമില്ല. എനിക്ക് പെട്രോൾ പമ്പ് നശിപ്പിക്കാം കേട്ടോ. നമ്മളൊരു കാറിന് പോയി ജസ്റ്റ് ഒന്ന് ഇടിച്ചാൽ മതി, ഇപ്പോൾ പൊട്ടിത്തെറിക്കണ്ടോ. ഈ സ്കൂൾ ബസ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും കേട്ടോ. ബക്കോ സ്കൂൾ ന്യൂ ലെവലാണ് കേട്ടോ. ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് മറ്റേ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ ഫ്രീ ട്രയൽ ചെയ്ത് നോക്കാം. ഞാൻ തവണ ചെയ്ത് നോക്കിയതാണ് ഗോഡ് സിറ്റി ബേ എന്ന് പറഞ്ഞ സിറ്റിലോട്ട്. ട്രെയിൻ പോകാൻ കാണാൻ പറ്റുന്നുണ്ടോ. നമുക്ക് ട്രെയിനിന് വഴി തിരിച്ചു വിടാം. അവിടെ കുറച്ച് പേര് പണിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് ആ ട്രെയിൻ പറഞ്ഞു വിടാം. പിന്നെ നമ്മൾ PC ഗെയിംസ് കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. PC എൻ്റെ ഇപ്പോൾ തൽക്കാലം ഇല്ല. യൂട്യൂബിൽ എനിക്ക് PC മേടിക്കണം. PC മേടി നമ്മൾ കുറേ ഗെയിംസ് കളിക്കും. GTA 5, ഫോഴ്സ ഹൊറൈസൺ 5. നെക്സ്റ്റ് ഇയർ ഫോഴ്സ ഹൊറൈസൺ 6 റിലീസാവും കേട്ടോ. ജപ്പാനിലാണ് മാപ്പ്. ഇപ്പോഴത്തെ ഫോഴ്സ ഹൊറൈസൺ 5 മെക്സിക്കോയിലാണ് നടക്കുന്നത്. നെക്സ്റ്റ് ജപ്പാനിലെന്തോ ആണ്. ട്രെയിനവിടെ പോയി ക്രാഷ് ആയിട്ടോ. അതുപോലെ കുറേ സംഭവമുണ്ട്. ഈ ഗോട്ടിന് കിട്ടിയത് ഞാൻ എവിടെ നിന്നാണ് പറഞ്ഞുതരാം കേട്ടോ. ഒരു പ്രാന്തൻ കുറേ നേരം ഇവിടെ വണ്ടി ഇട്ട് കറക്കണം കേട്ടോ. ഈ വണ്ടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്ത് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പ്രാന്തം വെറുതെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കും. ഇവിടെ ഏതൊരു അമ്മമാവനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് തട്ടിത്തെറിപ്പിക്കാം രണ്ടാളെ. ഇങ്ങോട്ട് പാടാ. നമുക്കിന്നെ നക്കിയെടുത്തുണ്ട്. ഒരു കുഴി കൊണ്ടിടാണ്ട്. അവിടെ ഒരു കുഴിയുണ്ട്. നമുക്കവനെ ആ കുഴി കൊണ്ടിടാം. അപ്പോൾ ഈ കുഴിയിൽ നമ്മൾ വീഴരുത് കേട്ടോ. വീണാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. വീണാലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ സൈസ് മാറും. ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഗോട്ടിനെ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സംഭവം എവിടെ നിന്നോ ആണ്. ഈ ഗോട്ടിനെ ഈ
ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഗോട്ടിനെ കിട്ടിയത്. നമ്മൾ ഗോട്ട് കിങ് ആയത്. ഓക്കെ, നമ്മൾ ഈ ഗോട്ടായിട്ട് ഫൈറ്റ് ചെയ്യണം. അതായത് ആ റെഡ് കളർ റൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ റെഡ് കളർ റൗണ്ടിൻ്റെ പുറത്തേക്ക് ഈ ഗോട്ടിനെ നമ്മൾ ഇടിച്ച് തെറിപ്പിക്കണം. നോർമൽ ഗോട്ടാട്ടോ, നമ്മളവിടെ നിന്ന് പിടിച്ചിരിക്കണം, ശക്തി ഇല്ല. ഓ, ഒറ്റയടിക്ക് നമ്മൾ അടിച്ച് പുറത്താക്കിട്ടോ ഗൈസ്. ഇത്ര പവറോ, നമ്മളെക്കാളും പവറോ. വീണ്ടും വന്നു റൗണ്ട് 4 ആട്ടോ. ഒറ്റ ചവിട്ട്, ബാക്കിൽ നിന്ന് ഒരു ചവിട്ട് കൊടുത്ത് നമ്മുടെ നമുക്കെന്താ കീഴൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വേറെ എന്തോ കൊട്ട പോലെ സംഭവമുണ്ട്. ഇത് മറ്റേ സംഭവം കേട്ടോ ഗൈസ്. ഈ ബാഹുബലി സിനിമ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ബാഹുബലി 2 സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മുടെ പ്രഭാസണ്ണൻ ഈ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് കയറ് വെട്ടിയിട്ട് ഒരു മാസം സ്പ്രിങ് ആക്ഷനിൽ എന്തൊക്കെയോ കാണിക്കണ പോലെ ഒരു സംഭവമാണ് ഗൈസ് ഈ സംഭവം. ഇത് നമ്മൾ കിടക്കണം. വീണ് ചില സമയത്ത് ഗ്ലിച്ചടിക്കുക സാധനം. നമ്മളെ കിടക്കണം കേട്ടോ, പഠിച്ച് തീർപ്പിക്കുക സാധനം നമ്മളെ. ഇത്രയാണ് കേട്ടോ നമ്മുടെ സിറ്റി. ജസ്റ്റ് നിങ്ങൾക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഉൽക്ക വന്ന് വീണ് കുഴിയായ പോലത്തെ ഒരു സംഭവം. ചുറ്റിനും മലകളാണ് കേട്ടോ, ഹില്ലാണ് കേട്ടോ. വണ്ടി എനിക്ക് ഇയാളെ കുറേ നേരമായി ഗൈസ് വണ്ടി ഇട്ട് കറക്കണ്. അയാൾ എൻ്റെ നെഞ്ചത്തു കൂടി കയറ്റി കൊണ്ടുപോകണം. ഈ വണ്ടി എന്ത് ചെയ്യാൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. വീണ്ടും പുള്ളിനെ ഇടിച്ചിട്ട് പോയി ഗൈസ്. മറ്റേ അങ്ങേരെ ഞാൻ അവിടെ കുഴി കൊണ്ടിട്ടുകൊണ്ട് മറ്റേ പുള്ളിക്കാരൻ ഞാൻ കുഴി കൊണ്ടിട്ടുകൊണ്ട് ഇവിടെ ആരും ഇപ്പോൾ കാണാനില്ല. പിന്നെ അവിടെ ഒരു സംഭവം കാണാൻ പറ്റും. നമ്മുടെ ഫാമേഴ്സൊക്കെ മോഡേൺ ടൈം ഫാമേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ക്രോപ്സൊക്കെ ഇല്ലേ, ഈ കൃഷിയൊക്കെ മുറിച്ചെടുക്കുന്ന സംഭവമാണിത്. ഇതിൽ തട്ടി തെറിച്ച് പോകണ്ട. ബൈ ദ വേ നമുക്ക് ഈ ഗെയിമിൽ കാർസ് ഓടിക്കാൻ പറ്റില്ല കേട്ടോ. ഗോഡ് സിമുലേറ്റർ 3 നമുക്ക് കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇനിയും പറയാം. അപ്പം നമ്മുടെ വീഡിയോ അതിൻ്റെ ഒപ്പം ചെയ്യാൻ സമയമായി. അപ്പോൾ സംഭവം ഇത്രയ്ക്കുള്ളൂ, പ്രത്യേകിച്ച് വേറെ ഗെയിമിനൊന്നും ഇല്ല. നമ്മൾ സംഭവത്തിന് അൺലോക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വേറെ മാപ്പിലോട്ടൊക്കെ പോവാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.